അങ്ങാടി മരുന്ന് മേടിക്കേണ്ട ലിസ്റ്റാണ്, നാളെ പോയി മേടിക്കണം. ആടലോട് കടകം, ആടലോടകം, രോമാഞ്ചം, രാമച്ചം, താന്തോന്നി കിഴങ്ങൻ, മേന്തോന്നി കിഴങ്ങ്, അതിനെഴുതി വെച്ചേക്ക. കരിഞ്ഞിരിക്കും, കരിഞ്ചീരകം, കാട്ടുകള്ളി, കാട്ടുള്ളി. ഓ 3 പല്ലിയുടെ പടം വരച്ച് വെച്ചേക്കുന്നു. തൃപ്പല്ലി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഇതാരെഴുതിയത്? നല്ല പരിചയമുള്ള കയ്യക്ഷരം. എന്റെ കയ്യക്ഷരമാണല്ലോ, ഞാൻ തന്നെ എഴുതിയത്. അവന്റെ ചിരിയേട്ടാതാ, ചിരിയേണ്ടാത്തൊന്നും അവനെല്ലാം അറിയാന്ന്. പുലിന്ന് എഴുതാൻ പറഞ്ഞ എലിയെന്ന് എഴുതിയിട്ട് തൊലിന്ന് വായിക്കുന്ന. അത് അവിടെ കയ്യിൽ വെച്ചാ ക്യാരക്ടർ തോന്നുന്നു. നിന്റെ ഈ ക്യാരക്ടർ എന്തോന്നാണ്? എടാ ഈ ഭരണിയൊക്കെ ഇവിടെ ഇരിക്കുന്നു, പച്ചല ഇരിക്കുന്നു, അവിടെ എഴുതി വെച്ചേക്കുന്നു ഞാൻ ക്ഷീരവികസന കോർപ്പറേഷന്റെ ചെയർമാൻ. തമാശ പറയാതെ പറ, ഈ ക്യാരക്ടർ എന്തോന്നു? കണ്ടറിഞ്ഞൂടാ വൈദ്യരാന്ന്. എടാ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നീ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ജില്ലാ കളക്ടർ എന്ന് വരെ പറയും. എടാ ഞാൻ വൈദ്യ വെള്ളി അമ്പിളിക്കുട്ടൻ. വൈദ്യ രത്നം ഒന്നല്ലേ? അതൊക്കെ കാശുള്ളവര്, നമ്മള് പാവപ്പെട്ടു. വെള്ളി അതെ, രത്നം ഒന്നും നമുക്ക് പറ്റൂല. വൈദ്യരെ, വൈദ്യരുണ്ടോ? ഈശ്വരാ, ഇവിടുന്ന് കുഴിച്ചിൽ വന്ന ആരെങ്കിലും ആണോ എന്തോ? വൈദ്യരുണ്ടോ? വൈദ്യരില്ല. ആരാ? അല്ല, വൈദ്യരൊന്ന് കാണണമായിരുന്നു. മുമ്പ് ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാ വരുന്നത്. എന്നാ വൈദ്യരെ വിളിക്കാം. വൈദ്യര് എന്തോ നമസ്കാരം. നമസ്കാരം. അതെ, എന്റെ നടുവേദന ഉണ്ട്, എനിക്ക് പെടലി വേദന ഉണ്ട്. ആ നടുവേദന പെടലി വേദന. കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, ബൈക്കിൽ നിന്ന് വീണതാ. അതല്ല, നിങ്ങളെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, കല്യാണം അടുത്ത ആഴ്ച. അതൊക്കെ നമുക്ക് ഇവിടെ മരുന്നൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സാധനം ഇരിപ്പുണ്ട്. അയ്യോ, ഇതൊക്കെ ഏത് ഇലകളാണ് വൈദ്യരെ? ഇത് ആടലോടകം. അപ്പൊ ഇരിക്കുന്നതാ? അത് കൂടെ ഓടണം. ഈ ഇല ഏതാണ്? അതെന്തരാന്തോ? എടുത്ത് കളഞ്ഞൂടെ? കളയണ്ട, ഏതിലും അരച്ച് കയറ്റാം, നല്ല രസമാ. കാര്യങ്ങളൊക്കെ സന്തോഷായി. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് എനിക്ക് മാറുന്നില്ല കേട്ടോ ഈ കൈ. അത് നമുക്ക് ആദ്യം തുണ്ടെടുക്കണം. എന്തോന്നു? ജിപേ ഉണ്ട് പൈസ. അങ്ങനെ തുണ്ടിന് പൈസ വേണ്ട, മരുന്നിന് മതി പൈസ. പേരെന്താണ്? പേര് സിൽവർ സ്റ്റാർ സ്റ്റാലോൺ. അയ്യോ, വേണ്ട വേണ്ട, നേരിട്ട് ചികിത്സയിലോട്ട് പോവാം. ബൈക്കിൽ നിന്ന് വീണ അടുത്ത ആഴ്ചയാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ശരീരമൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഒഴിച്ചിൽ നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഒഴിച്ചിൽ നടത്താൻ നമുക്ക് അതിവിടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. ആണല്ലേ? എന്തായാലും സന്തോഷമായി. ഈ ഒഴിച്ചിലിന് മൊത്തത്തിൽ എത്രയാവും? ഒഴിച്ചിലിന് മൊത്തത്തിൽ 10,000 രൂപ. അയ്യോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് പ്രിയ. അവിടെ ഫ്രീ ആണെങ്കിൽ അവിടെ പോയി തടവ്. ഫ്രീയാണെന്നല്ല, പ്രിയ പറഞ്ഞതേ ഇവിടെ നല്ല ലാഭമാണ്, ഒഴിച്ചിലൊന്നും പൈസ ആവത്തില്ല, നല്ല ചികിത്സയാണെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യാറില്ലല്ലോ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് പ്രിയ. ഇവിടെ വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. വൈദ്യുതി കണ്ടിട്ടുണ്ടോ നോക്കി? നല്ല കുട്ടിയാ. 5 വർഷമായിട്ട് കഠിനമായിട്ടുള്ള നമ്മളെ പ്രയത്നത്തിലുള്ള കല്യാണമാണിത്. നല്ല പ്രണയമായിരുന്നു, വീട്ടുകാർ സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷെ അവളെ നിർബന്ധം കൊണ്ട് അങ്ങ് സമ്മതിച്ചു. എന്തായാലും കല്യാണം നടക്കണം, അടുത്ത ആഴ്ചയാണ്. എന്റെ പ്രിയ എനിക്ക് കിട്ടും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വൈദ്യര് അവള് പറഞ്ഞായിരുന്നു, എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ഞാനൊന്ന് ഒഴിച്ചിലൊക്കെ നടത്തിയിട്ട്. വൈദ്യര് BAMS എടുത്തതാണോ? BAMS എടുത്താണോ? ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിക്കൽ സയൻസ് ഡിഗ്രി എടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് എടുത്തേ? MG കോളേജിൽ. കോളേജിലൊന്നും ഇല്ലല്ലോ. മാർവാനിയസ് കോളേജ്. മാർവാനിസിലില്ല, മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ അലോപ്പതിയാണ്. ഇന്റർവ്യൂ വന്നതാ? ഒഴിച്ചില്ല ഇന്റർവ്യൂവിന്? അല്ല, ഒഴിച്ചില്ല. അമ്പളിക്കുട്ട എന്നെ ഇതിനകത്ത് ഇറക്കി വിടറാ. ഞാൻ നോർമലാണ്, എന്നൊന്ന് ഇറക്കി വിടറാ അതിനകത്ത്. അത് ആരാകത്ത് വിളിക്കും? അത് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാള് നെല്ലിക്കാ തളം വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. എടാ അമ്പളിക്കുട്ട ഇറക്കി വിടറാ ഒന്ന്. നോർമലടാ. ഞാൻ നോർമലായെന്ന് പറയുന്നത്? നോർമൽ അല്ല, നോർമലായെന്ന് പറഞ്ഞു. ഇപ്പൊ കേട്ടോ? നിനക്ക് ഇറക്കി വിട്ടിട്ട് എവിടെ പോവാനടാ? എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ പോണം. കണ്ട, അവൻ നോർമൽ ആയിട്ടില്ല. ആയിട്ടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ രസായനമൊക്കെ ഉണ്ടാക്കും. രസായനമൊക്കെ ഉണ്ടാക്കുമല്ലേ? കരിങ്കുരങ്ങ് രസായനമൊക്കെ ഉണ്ട്. കരിങ്കുരങ്ങ് രസായനം ഒന്നും ഉണ്ടാക്കരുത്, കുരങ്ങനെ ഒന്നും ഉപദ്രവിക്കരുത്. എന്റെ അപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൂർവികന്മാരൊക്കെ കുരങ്ങന്മാരായിരുന്നാണ്. നിങ്ങളെ കുടുംബാര്യത്തിലൊന്നും ഞാൻ അവിടെ നിങ്ങളെ പറഞ്ഞ കല്യാണത്തിന് മുന്നേ എനിക്ക് സൂപ്പർമാനെ പോലെ ശരീരം വേണം, ശരീര പുഷ്ടി വേണം. സൂപ്പർമാൻ? അത് ഞങ്ങൾ ഈ വൈദ്യശാലക്കാർക്കും ഇതുപോലൊരു സൂപ്പർ ഹീറോ ഉണ്ട്. ഈ സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കും ഉണ്ട്. എന്താണത്? കസ്തൂരിമാൻ. സൂപ്പർ ഹീറോ. ഒരു രസായനം തരാം, ടേസ്റ്റ് ചെയ്തോ. ശരി ശരി. ശരീരവേദനയ്ക്കൊക്കെ വളരെ നല്ലതാ. ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. അപ്പൊ സേഫാ. ടേസ്റ്റി.
പേരും കിട്ടി ഏ? ടേസ്റ്റി രസായനം. ഇതിന് ഇതൊന്ന് തുടയ്ക്കാൻ ടിഷ്യൂ ഉണ്ടാ? അയ്യോ ഇവിടെ ടിഷ്യൂ ഇല്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. കൈ എങ്ങനെ തുടയ്ക്കും? ഇവിടെ ഒരു ഗ്രൂമർ ജിഷോ ഉണ്ട്, അവനെ കൊണ്ടുവയ്ക്കുക. അതൊരു ഇവിടെ ഒരു ഇഷ്യൂ അല്ല. ഒരുപാട് രസായനമൊക്കെ ഉണ്ടാക്കുമല്ലേ? ആ സ്റ്റീം ബാത്ത് ഒക്കെ ഉണ്ട് ഇവിടെ. സ്റ്റീം ബാത്ത് ഉണ്ടാ? Steam bath. എനിക്ക് സ്റ്റീം ബാത്ത് വേണം, നാളെ കിട്ടിയ കൊള്ളാം. ഇപ്പൊ പറ്റൂല, അതെന്ത് പറ്റി? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം. ആ. നമ്മളെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഡയറക്ടർ അനൂജ് രാമചന്ദ്ര സാർ ബുക്ക് ചെയ്തിട്ടിരിക്കുക. എന്തിന്? 3 ഗ്രൂമേഴ്സിനെ പുഴുങ്ങി എടുക്കണം. വൈദ്യരെ, ഈ സാരസ്വതാരിഷ്ടം ഉണ്ടോ? എന്തോന്ന്? സാരസ്വതാരിഷ്ടം ഉണ്ടോ? അതില്ല, ഉണ്ടെങ്കിലും തരൂല. പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല. വേറൊരു സംഭവം ഉണ്ട്. ഈ സ്ത്രീകളുടെ യൗവനം 45 വയസ്സുള്ള സ്ത്രീയെ എന്റെ ഇത് തേച്ച് കഴിഞ്ഞാൽ 20 വയസ്സായിട്ട് മാറും. ഓ, അങ്ങനത്തെ ഒരു ഇതുണ്ട്, അരിഷ്ടം, രസായനം. രസായനം. ഓ, അത് കൊള്ളാം. ഒരുപാട് വിറ്റ് പോയല്ലേ? ഇല്ല, ഒരെണ്ണം പോലും വിറ്റില്ല. അതെന്ത് പറ്റി? ഒറ്റ പെണ്ണുങ്ങൾ 45 വയസ്സായി സമ്മതിക്കുന്നില്ല. വിറ്റ് പോയിട്ടില്ല. അവിടെ ഉണ്ടാക്കി ഇവിടെ കെട്ടി കിടപ്പുണ്ട്. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കും. ഉണ്ടാക്കി വെക്കും, ഉണ്ടാക്കി. അവർക്കൊക്കെ ആർക്കൊക്കെ എപ്പോഴാണ് വേണ്ടതെന്ന് അറിയാൻ പറ്റുമല്ലേ? ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ പോയി എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് പച്ചക്കറിയെ കുറിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അതറിയാം, പച്ചിലല്ലേ? പച്ചല വെച്ചിട്ട് ഞാനാ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പൊ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നേരത്തെ ചികിത്സ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് വന്നിട്ട്? സെലിബ്രിറ്റീസ് വരെ വന്നിട്ടുണ്ട്. ഏതൊക്കെ സെലിബ്രിറ്റീസ്? അത് ഞാൻ സർപ്രൈസ് ആണ്. ഇത് കണ്ടോ, ഇതാരെന്നറിയാം? മനസ്സിലായില്ല, കണ്ടിട്ട് മനസ്സിലായില്ല. മനസ്സിലാവൂല. ഇതാരാന്നറിയാമോ? ഇല്ല. പ്രശസ്ത സിനിമാ താരം കവലിയൂർ അഖിൽ. അഖിൽ കവലിയൂർ? ആ, എനിക്കറിയാം. പണ്ട് ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ എന്റെ മരുന്ന് കുടിച്ചതിനെ ചൊല്ലി പുഷ്ടി വെച്ചത്. അത് ശരി. ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഈ മരുന്ന് വായിലോട്ട് മാത്രമേ ഇടാവുള്ളൂ. കയ്യിലൊഴിച്ചു എവ ഇങ്ങനെ നക്കിയിട്ട് ഇങ്ങനെ തേച്ച് ഇരിക്കുന്നുണ്ടോ? ഞാൻ വേറെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പിന്നെ ഈ ബ്രഹ്മി, നമ്മളെ ഡയാനയില്ലേ, ഡയാനയ്ക്ക് ബ്രഹ്മി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്രഹ്മി കഴിച്ച നല്ല ഓർമ്മശക്തി കൂടുമെന്ന് പറയും. ഓർമ്മശക്തി കൂടും. ഡയാനയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ ജന്മത്തിലെ കാര്യം വരെ ആ കൊച്ചു ഓർമ്മിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ ഡയാന പൂച്ചയായിരുന്നു. അതാണ് ഈ മീനെയൊക്കെ ഭയങ്കര ഇഷ്ടം. കിളിമീൻ, ചൂരമീൻ, അയലമീൻ, ആ മീൻ. അല്ല, കൊള്ളാം. എന്നാലും അടുത്ത ആഴ്ച എന്റെ അച്ഛനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു. അല്ല, ഈ ബ്രഹ്മി വേണമെങ്കിൽ തരാം. ഞാനും ബ്രഹ്മി കഴിക്കുന്നുണ്ട്. എനിക്കൊരു ബോട്ടിൽ ബ്രഹ്മി വേണം. ഭയങ്കര ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തി കിട്ടും. ബ്രഹ്മി ഞാന് വൈദ്യുതി അടുത്തൊന്നും നല്ല കാര്യമായി. ഒരു ബോട്ടിൽ മതി, ചെറിയൊരു ബോട്ടിൽ. ഒരുപാട് കാശാവോ തീരെ? എന്ത് നോക്കുന്ന? അത് ഉണ്ടാക്കിയിട്ട് എവിടെ വെച്ചെന്ന് മറന്നുപോയി. രമ്യ അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. അടുത്ത ആഴ്ച അച്ഛനെ കൂടെ ചെറിയൊരു ചികിത്സക്കായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലെന്ന് ആലോചിക്കുകയാണ്. അച്ഛനെന്താ അസുഖം? അച്ഛന് വെരിക്കോസ്. അച്ഛന്റെ പേര് കുര്യാക്കോസ്. എന്താ കഴിക്കുന്നത്? മുട്ടക്കോസാണ് സാധാരണ കഴിക്കുന്നത്. അപ്പൊ അസുഖം വന്നതിന് ശേഷം വല്ലപ്പോഴും ഒരു പൊടി മാത്രമേ കഴിക്കൂ. എന്ത് പൊടി? ഗ്ലൂക്കോസ്. മരുന്നിന്റെ ഓവർഡോസ് ആയിരിക്കും. ആണല്ലേ? കൊണ്ടുവരാം. അച്ഛനെ കൊണ്ടുവരണം. പിന്നെ ഞാൻ തരുന്ന കഷായം കൃത്യമായിട്ട് കഴിക്കാൻ പറയണം. കൊടുക്കാം. മദ്യം ഉണ്ടോ? മദ്യമുണ്ട്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലിറങ്ങി ഇരുളും മെട്ടോ അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകളിലേക്ക് ഒരു നാൾ സൂര്യൻ ഉത്തര നക്ഷത്രം മാമല മേലെ സവിയേശ്വരണ. എനിക്ക് പെട്ടെന്ന് വൈദ്യുതി, എനിക്ക് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം വൈദ്യുതി കേൾക്കണം. അതായത് എന്റെ കല്യാണം അടുത്ത ആഴ്ചയാണ്. എനിക്ക് ഹണിമൂണിനൊക്കെ പോകുമ്പോ നല്ല ഇതായിട്ടൊക്കെ പോണം. ഹണിമൂണാ? ഹണിമൂൺ അറിയത്തില്ല. ഹണിമൂൺ വൈദ്യുതി കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ഇല്ലായിരുന്ന? ഇല്ല, ഞാൻ ഉച്ചയ്ക്കാണ് പോയത്. ഹണി സണ്ണായിരുന്നു, രാത്രിയില്ലേ മൂണ്. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് നൈറ്റിലേക്ക് നമ്മൾ അത്രയും പുഷ്ടിയായിട്ടൊക്കെ നിന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ശരീരം ഭയങ്കരമായിട്ട് തളർച്ചയും ക്ഷീണവും വല്ലാത്തൊരു അവസ്ഥയാണ് എന്റെ ശരീരം. എന്ന് വെച്ചാല് അരവണ്ണം കുറയുന്നുണ്ട്. പാന്റ് ഇടുമ്പോ ഇറങ്ങി പോവാണ്. അതിനൊരു ഉഗ്രം മരുന്നുണ്ട്. ഏതാണ്? ദശമൂലാരിഷ്ടം. ആണോ? അത് കുടിച്ചു കഴിഞ്ഞാൽ അരവണ്ണം വെക്കും? അരവണ്ണം വെക്കില്ല, പാന്റ് ഇറങ്ങി പോകുന്നത് നിൽക്കും. ദശമൂലാരിഷ്ടം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ടിരുത്തിയാലും പെട്ടെന്ന് അങ്ങ് ഉറങ്ങും. പിന്നെന്തിനാ നീ കല്യാണം കഴിക്കുന്നത്? അതെ, ഈ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ ഉറങ്ങിയ സീനാവൂലേ? നീ ഉറങ്ങിയില്ലെങ്കിലാണ് സീനാവുന്നത്. എന്നാലും അതൊക്കെ ഉറക്കം മാറ്റി തരണം എങ്ങനെയെങ്കിലും. അത് കുഴപ്പമില്ല, നമുക്ക് ചികിത്സിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തലമുടിയിൽ പേൻ ശല്യം. തലയിൽ അതിനൊരു പരിപാടിയുണ്ട്. പേനെ മാറ്റണം. നിസാര പണിയേ ഉള്ളൂ. എങ്ങനെ? മുടി അങ്ങ് ഷേവ് ചെയ്ത് കളയുക. പേൻ ഇരിക്കാൻ സ്ഥലം കാണൂല. വേറെ ആരെങ്കിലും തലയിൽ പോയി റൂം എടുത്ത് താമസിച്ചോട്ടെ. എന്തായാലും എനിക്ക് ഒഴിച്ചില് പെടലിക്കാണ് ഏറ്റവും മെയിൻ. പെടലി അല്ലേ? പെടലി ഈ സൈഡാണോ? ഈ സൈഡ് തന്നെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കി. അതെ, സാധാരണ ഈ പെടലിക്ക് വേദന വരുമ്പോഴേ ഈ നസ്യം കഴിച്ചാൽ മാറും. നസ്യം എന്തോന്നാണ്? നമ്മളെ വീട്ടിന്റെ സൈഡിലൊക്കെ നിൽക്കും സാധനം. അത് സസ്യം. നസ്യം അതൊന്നും എനിക്കറിയാം. ഇതേ ചെറുതായിട്ടൊന്ന് നോക്കിയാൽ ഒന്ന് നോക്കട്ടെ. ഇതിന് വേദന പോയി. അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല. കഴുത്താ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഇതിന് തിരിക്കാൻ പറ്റുന്നില്ല.
കുഴപ്പമില്ല, വിഷമിക്കണ്ട, 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. മാറോ? ആ, ഇത് നിനക്ക് ഈ ടെൻഷൻ അങ്ങ് മാറിക്കോളും. ഏത് ടെൻഷൻ? ഇത് ശീലമാകും ഇങ്ങനെ ഇരിക്കുന്നത്. വൈദ്യരെ, എന്റെ കല്യാണമാണ്. എനിക്ക് എന്റെ ഭാര്യയെ നോക്കാൻ പറ്റും. എടാ, ഭാര്യയെ നോക്കാൻ പറ്റും. ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്? ആരാണ്? വാമഭാഗം എന്നല്ലേ പറയുന്നത്? ഇടത് ഭാഗം. അതെ. അപ്പൊ ഈ ഭാഗത്തുനിന്ന് നിൽക്കുമ്പോ നിന്റെ വാമഭാഗത്തിന് നിനക്ക് കാണാം. അതിന്റെ സൗകര്യത്തിനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലും വൈദ്യരെ, എന്റെ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ ഫസ്റ്റ് നൈറ്റ് നേരെ ചൊവ്വേ നടക്കത്തില്ലെന്നേ ഉള്ളൂ, നടക്കും. വൈദ്യരെ, എന്റെ ഇടത് കൈ ഉയർത്താൻ പറ്റുമോ? ഇടതേക്ക് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഉറപ്പാണല്ലോ? ഇതാ കല്യാണം മുടക്കിയ തവളപ്രക്കാടി. പുതിയൊരു പേരൂടെ കിട്ടി, തവളപ്രിക്കാടി. ഇനി അത് വെച്ചൊരു കളി കളിക്കാം.